ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നരസിംഹ ജയന്തിയാണ്. അപ്പം നരസിംഹ ജയന്തിയോടനുബന്ധിച്ച് എല്ലാവർക്കും നമ്മുടെ പ്രഹ്ലാദൻ്റെ കഥയൊക്കെ എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അറിയാമായിരിക്കാം. ആരും പ്രഹ്ലാദനെയൊന്നും ആർക്കും അത്ര പെട്ടെന്നൊന്നും നമുക്ക് മറക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം പ്രഹ്ലാദൻ്റെ ഒരു കഥ തന്നെയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ഹിരണ്യകശിപു ആണ് നമ്മുടെ പ്രഹ്ലാദൻ്റെ അച്ഛൻ. അത് അസുരന്മാരുടെ ദൈത്യ രാജാവായിരുന്നു. അസുരന്മാരിൽ തന്നെ പല വംശങ്ങളുണ്ട്. ആ വംശത്തിലൊരു വംശമാണ് ദൈത്യ വംശം എന്ന് പറയുന്നത്. ആ വംശത്തിലാണ് നമ്മുടെ ഹിരണ്യകശിപു ജനിച്ചിട്ടുള്ളത്. ഹിരണ്യകശിപു ഒരു ശാപഫലമായിട്ടാണ് ഒരു അസുരനായി ജനിക്കാൻ കാരണം. അതായത് നമ്മുടെ ഭഗവാൻ വിഷ്ണുവിൻ്റെ ദ്വാരപാലകന്മാരായ ജയയും വിജയും അവർ രണ്ടുപേരിൽ ആയിരുന്നു ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവായി ഭൂമിയിൽ അസുരന്മാരായി ജനിച്ചത്. അവർക്ക് ജനിക്കേണ്ടി വന്നത് ആലോചിച്ച് നോക്കും. നമ്മുടെ വിഷ്ണു ഭഗവാന്റെ ദ്വാരപാലകന്മാർക്ക് പോലും ശാപം കിട്ടി അവർ അസുര ജന്മത്തിലാണ് വന്ന് ജനിച്ചിരിക്കുന്നത്. അതായത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഭഗവാൻ വിഷ്ണു അതായത് തെറ്റ് ചെയ്യുന്ന അവരെയും അവർക്ക് ശിക്ഷ ലഭിക്കാതിരിക്കുന്നില്ല. ഭഗവാന്റെ സേവകരായിട്ട് പോലും അവർക്കും ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ തെറ്റ് ചെയ്താൽ അതിൻ്റെ ഫലം അതാണ് നമ്മൾ ഭഗവത്ഗീതയിൽ എടുത്തു പറയുന്നത്. നമ്മുടെ കർമ്മഫലം നമ്മൾ അനുഭവിച്ചേ പറ്റൂ, അല്ലാതെ ദൈവമാണ് എനിക്ക് ഇന്നത് വിധി തന്നത് എന്ന് നമ്മൾ ദൈവത്തിന് വിധിക്കുകയല്ല വേണ്ടത്. നമ്മുടെ വിധി നമ്മളാണ്. നമ്മുടെ വിധി നിർണയം നമ്മുടെ കർമ്മഫലമാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മഫലത്തിനനുസരിച്ചിട്ടാണ് നമുക്ക് വിധി ഉണ്ടാകുന്നത്. നമ്മൾ ചെയ്യുന്ന കർമ്മം അനുസരിച്ച്, കർമ്മം നല്ലതാണെങ്കിൽ നമുക്ക് നല്ല ഫലം കിട്ടും. നമ്മുടെ കർമ്മം മോശമായാൽ നമുക്ക് അതിൻ്റെ ഫലം മോശാനുഭവം കിട്ടും. അപ്പം ഇതാണ് ഇവിടെ നിന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അവർക്ക് ശാപം കിട്ടിയത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മുടെ സനൽകുമാരന്മാർ 4 മുനിമാരാണ്. പക്ഷെ അവരെ കണ്ടാൽ കൊച്ചു കുട്ടികളെ പോലെ അവരിയ്ക്കുന്നത്. കുഞ്ഞു കുട്ടികളില്ലേ, നമ്മുടെ കൊച്ചു കുട്ടികൾ, ഈ കോണകം മാത്രം ഒടിച്ചിട്ട് നടക്കുന്ന കൊച്ചു കുട്ടികളല്ലേ, അതേപോലെയാണ് അവരിയ്ക്കുന്നത്. അപ്പം അവർ ഭഗവാനെ കാണുന്നതിന് വന്നപ്പോൾ ഈ ദ്വാരപാലകന്മാരായ ജയയും വിജയനും രണ്ടുപേരും കൂടി ഇവരെ കടത്തി വിട്ടില്ല എന്ന് മാത്രമല്ല അവരെ കളിയാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവർ സാധാരണഗതിയിൽ ഇവർ അങ്ങനെ പെട്ടെന്ന് ക്ഷിപ്രകോപികളൊന്നുമല്ല. ക്ഷിപ്രകോപി എന്ന് പറഞ്ഞ ഒരു തപസ്യ ഉണ്ട്. അത് നമ്മുടെ ദുർവാസാവ്, എല്ലാവർക്കും അറിയാമായിരിക്കാം ദുർവാസാവിനെ കുറിച്ചിട്ട്. ദുർവാസാവ് പെട്ടെന്ന് ക്ഷുഭിതനാവുകയും പെട്ടെന്ന് ശാപങ്ങൾ എല്ലാവർക്കും ഇങ്ങനെ പെട്ടെന്ന് അവരെ ശപിക്കുകയും ചെയ്യും. പക്ഷെ അതുപോലെയുള്ള വ്യക്തികളല്ല നമ്മുടെ സനൽകുമാരന്മാർ. വളരെ സൗമ്യമുള്ളവരാണ് അവർ. അത്രയും അവർ അവഹേളിക്കപ്പെട്ടപ്പോൾ മാത്രമാണ് അവർ ശപിച്ചത്. അങ്ങനെ ആ ശാപഫലത്താലാണ് ഹിരണ്യകശിപുവിന് അസുരനായിട്ട് ഭൂമിയിൽ ജനിക്കാനും അതൊരു അവതാരം ഭൂമിയിൽ, അതായത് നേരത്തെ നിശ്ചയിച്ച് വെച്ചിട്ടുള്ള അവതാരങ്ങൾ ഒരാളായി മാറണം എന്നുള്ള ഒരു വിധി ഉണ്ടായിരിക്കും. അതായത് അത്രയും അവർക്ക് ഭഗവാനിൽ അത്രയും ഇഷ്ടമാണ്. നമ്മുടെ വൈരാഗ്യത്തിന് പോലും ഭഗവാനിൽ അത്രയ്ക്ക് അഭയം പ്രാപിക്കുന്നത്. അതായത് ഏതു നേരവും വിഷ്ണു ഭഗവാനെ വെറുക്കുന്നവർ പോലും ഭഗവാനെയാണ് വിളിക്കുന്നത്, വിഷ്ണു വിഷ്ണു എന്നാണ്. ആ ഒരു വാക്ക് പോലും ഭഗവാൻ അത്രയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം ഹിരണ്യകശിപുവിൻ്റെ സഹോദരനായ ഹിരണ്യാക്ഷനെ വരാഹ അവതാരത്തിൽ ഭഗവാൻ വധിക്കുകയുണ്ടായി. അതിൽ വിഷമിച്ച ഹിരണ്യകശിപു വിഷ്ണുവിനെ ബദ്ധശത്രുവായി കണക്കാക്കുകയും അദ്ദേഹത്തിനെതിരെ പോരാടുകയും ചെയ്യുകയാണ്. അങ്ങനെ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഒരു ബ്രഹ്മാവിനെ തപസ്സിരിക്കുകയാണ്. ബ്രഹ്മാവ് പ്രത്യക്ഷനായി എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഹിരണ്യകശിപു പറയുകയാണ്, എനിക്ക് അമരത്വം വേണം, ഞാൻ ആരാലും വധിക്കപ്പെടാൻ പാടില്ല എന്നാണ്. പക്ഷേ ബ്രഹ്മാവ് പറയുകയാണ്, സൃഷ്ടി ഉണ്ടായാൽ അവിടെ ഒരു സംഹാരം ഉണ്ടാവണം. നമ്മുടെ സൃഷ്ടിക്കുമ്പോൾ ഒരാൾ ജനിച്ചു കഴിയുമ്പോൾ അവർക്ക് നിശ്ചയം മരണമുണ്ട്. അപ്പോൾ അതിനെ മാറ്റാൻ പറ്റത്തില്ല, അത് പ്രകൃതി നിയമമാണ്, അതിനെനിക്ക് ലംഘിക്കാൻ പറ്റില്ല, അല്ലാതെ എന്ത് വരം വേണമെങ്കിലും ചോദിക്കാൻ പറയുകയാണ്. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഹിരണ്യകശിപു പറയുന്നത്,
അങ്ങ് സൃഷ്ടിച്ച ജീവജാലങ്ങൾക്കൊന്നും എന്നെ കൊല്ലാൻ സാധിക്കരുത്. അതുമാത്രമല്ല, പകലും മരിക്കാൻ പാടില്ല, രാത്രിയും മരിക്കാൻ പാടില്ല. ആകാശത്ത് വെച്ചും ആവരുത്, ഭൂമിയിൽ വെച്ചും ആവരുത് എൻ്റെ മരണം. അതുപോലെ ഒരു വാസസ്ഥലത്ത്, ഇന്ന സ്ഥലത്ത് നമ്മൾ താമസിക്കുന്ന ഗൃഹങ്ങളിൽ വെച്ചിട്ട് പോലും എനിക്ക് മരണം ഉണ്ടാവരുത്. ഒരു ആയുധം കൊണ്ടാരും എന്നെ കൊല്ലരുത്, മനുഷ്യന്മാരെന്നെ കൊല്ലരുത്, മൃഗങ്ങൾ കൊല്ലരുത്, ദേവതയോ രാക്ഷസന്മാരോ, അതാണ് സൃഷ്ടിയിലുള്ള ഒന്നും എന്നെ കൊല്ലാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വരമാണ് ഹിരണ്യകശിപു ആവശ്യപ്പെട്ടത്. ബ്രഹ്മാവ് അത് സമ്മതിച്ചു. എന്തായാലും ഭഗവാന്റെ അടുത്തൊരു അവതാരം ഉടനെ ഉണ്ടാവണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ നിശ്ചയിക്കപ്പെട്ട ഭഗവാൻ എന്താണോ നിശ്ചയിക്കുന്നത് അത് നടന്നല്ലേ പറ്റുള്ളൂ. അപ്പം ഒരു അവതാര ഉദ്ദേശത്തോടു കൂടി ഈ വരം അങ്ങ് കൊടുക്കുവാണ് ബ്രഹ്മാവ്. അങ്ങനെ ബ്രഹ്മാവ് വരം കൊടുത്തു. ഹിരണ്യകശിപു സർവവും അങ്ങ് അടക്കി വാഴുവാണ്. അതിലുപരി ഹിരണ്യകശിപുവിന് ശിവനിൽ നിന്നും വരം ലഭിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് സർവത്ര ജീവജാലങ്ങളെയും ഭൂലോകത്തും സ്വർലോകത്തും എല്ലാം കടന്ന് എല്ലാവരെയും തോൽപ്പിച്ച് എല്ലാം അടക്കി വാഴാനായിട്ടുള്ള ആ ഒരു വ്യഗ്രത വരികയാണ്. അങ്ങനെ ഈ തപസ് അനുഷ്ഠിക്കുന്ന സമയത്താണ് ഹിരണ്യകശിപുവിൻ്റെ ഭാര്യയുടെ പേര് കയാധു എന്നാണ്. ആ കയാധു അപ്പം ഗർഭിണിയാണ്. ഹിരണ്യകശിപുവിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ പേര് കശ്യപനും ദിതിയും എന്നാണ്. കശ്യപൻ്റെയും ദിതിയുടെയും പുത്രനായിട്ടാണ് ഹിരണ്യകശിപു ജനിക്കുന്നത്. അപ്പം ഒരു സഹോദരൻ്റെ പേര് ഹിരണ്യാക്ഷൻ, ഒരു സഹോദരിയും കൂടെയുണ്ട്, ഹോളികയും ഈ ഹിരണ്യകശിപുവിൻ്റെ ഈ ദുഷ്ടത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പം പ്രഹ്ലാദൻ കയാധു ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് ഹിരണ്യകശിപു തപസ്സനുഷ്ഠിക്കുന്നത്. അപ്പം ഈ സമയത്ത് ഇന്ദ്രനും മറ്റ് ദേവന്മാരെല്ലാം കൂടി ഹിരണ്യകശിപുവിൻ്റെ വാസസ്ഥലം ആക്രമിക്കുകയാണ്. അപ്പോൾ അതിൽ കയാധുവിനെ നാരദ മഹർഷി രക്ഷപ്പെടുത്തിയിട്ട് ഒരാശ്രമം ഉണ്ടാക്കിയിട്ട് അവിടെ താമസിപ്പിക്കുകയും, അപ്പോൾ ഈ പ്രഹ്ലാദൻ ഈ കയാധുവിൻ്റെ ഗർഭസ്ഥ ശിശുവായിട്ടിരിക്കുകയാണ്. അപ്പോൾ നാരദ മുനി പറയുന്ന ഓരോ നാമങ്ങളും, വിഷ്ണുവിൻ്റെ ഓരോ നാമങ്ങളും, ഓരോ കഥകളിങ്ങനെ കേട്ട് അവിടെ ഗർഭാവസ്ഥയിൽ തന്നെ വിഷ്ണുവിൻ്റെ മഹത്വം പ്രഹ്ലാദൻ മനസ്സിലാക്കുന്ന ഒരു അസുരനായിട്ടിരുന്നിട്ട് പോലും വിഷ്ണു ഭഗവാനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ അറിയാനും വിഷ്ണു വിഷ്ണുനാമങ്ങളാണ് കൂടുതലും പ്രഹ്ലാദൻ പറയുന്നത്. അപ്പം അങ്ങനെ വളർന്നു വന്ന പ്രഹ്ലാദനോട് ഹിരണ്യകശിപുവിന് ഭയങ്കര ദേഷ്യമായിരുന്നു. അതായത് വിഷ്ണുവിൻ്റെ ഏറ്റവും വലിയ ശത്രുവായി കണക്കാക്കുന്ന ഹിരണ്യകശിപുവിൻ്റെ മകൻ വിഷ്ണുവിനെ ആരാധിക്കുകയും വിഷ്ണുവിൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഹിരണ്യകശിപുവിനെ തൻ്റെ പുത്രനെ ശത്രുവായി കണക്കാക്കി പുത്രനെ നിഗ്രഹിക്കാൻ പല മാർഗങ്ങളും തേടും. അതിലൊരു മാർഗം നമ്മുടെ ഹിരണ്യകശിപുവിൻ്റെ സഹോദരിയായ ഹോളികയുടെ മടിയിൽ പ്രഹ്ലാദനെ ഇരുത്തുകയാണ് ഹിരണ്യകശിപു. അതായത് ഹോളികയ്ക്കൊരു അനുഗ്രഹമുണ്ട്. അതായത് ഹോളിക എത്ര അഗ്നിയിലിരുന്നാൽ പോലും അവർക്കൊന്നും സംഭവിക്കില്ല. ആ ഒരു ഇത് മനസ്സിലാക്കിയിട്ട് പ്രഹ്ലാദനെ ഹോളികയുടെ മടിയിലിരുത്തി അവർ അഗ്നിക്കിരയാക്കുകയാണ്. പക്ഷേ ആ സമയത്തും പ്രഹ്ലാദൻ വിഷ്ണു മന്ത്രങ്ങൾ ജപിച്ചു വിഷ്ണു ഭഗവാനെ തന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ പ്രഹ്ലാദൻ രക്ഷപ്പെടുകയും ഹോളിക അഗ്നിക്കിരയാവുകയും ചെയ്തു. ആ ഒരു സംഭവത്തിനെ തുടർന്ന് നോർത്ത് ഇന്ത്യക്കാർ ഈ ഒരു ദിവസത്തെ ഹോളിയായിട്ട് ആചരിക്കുക, ഹോളികയുടെ മരണത്തെ. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രഹ്ലാദനെ കൊല്ലുന്നതിന് പല കാര്യങ്ങളിൽ കൂടിയാണ് കൊല്ലാൻ നോക്കുന്നത്. പക്ഷെ ഒന്നിലും പ്രഹ്ലാദനെ ഒന്നും ചെയ്യുവാൻ ഹിരണ്യകശിപുവിന് പറ്റുന്നില്ല. അവസാനം താൻ തന്നെയാണ് ഈ ലോകത്തിൻ്റെ അധിപനെന്ന് പറയാൻ മകനോട് ആവശ്യപ്പെടുകയാണ്. അപ്പം പ്രഹ്ലാദൻ ഒരിക്കലും അത് പറയില്ല. എല്ലാത്തിനും അധിപൻ വിഷ്ണുവാണ് എന്ന് പറയും. ഇത് കേൾക്കും തോറും ഹിരണ്യകശിപുവിന് ദേഷ്യമാണ്. അങ്ങനെ പ്രഹ്ലാദനോട് ചോദിക്കുകയാണ് ഒരു ദിവസം, നീ എല്ലായിടത്തും നിൻ്റെ ഭഗവാനുണ്ടെന്ന് പറയുന്നല്ലോ. അപ്പം പ്രഹ്ലാദൻ പറഞ്ഞു, എല്ലായിടത്തും ഭഗവാനുണ്ട്, തൂണിലും തുരുമ്പിലും പൊടിയിലും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന തൂണിൽ നിൻ്റെ ഭഗവാനുണ്ടോ? അപ്പം പ്രഹ്ലാദൻ പറഞ്ഞു, ഒരു മടിയും കൂടെ അത് പറഞ്ഞു, ഉണ്ട് എന്ന്. അപ്പം ഇതും കൂടെ കേട്ടപ്പം ഹിരണ്യകശിപുവിന് ഭയങ്കര ദേഷ്യം.
അദ്ദേഹം ആ ഒരു ഗദ തൻ്റെ ഹിരണ്യകശിപുവിൻ്റെ ആയുധം എന്ന് പറയുന്നത് ഗദയാണ്. ആ ഗദ കൊണ്ട് ആ സ്തംഭത്തിൽ അടിക്കുകയാണ്. ഘോരമായ ശബ്ദത്തിൽ ഇങ്ങനെ അടിച്ചപ്പോൾ സ്തംഭം പിളർന്നു. അതായത് നമ്മുടെ നരസിംഹ നാമത്തിൽ തന്നെയുണ്ട് സ്തംഭം പിളർന്നു വരികയാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു വലിയൊരു തൂണ് ഭയങ്കര ഉഗ്രമായ ശബ്ദത്തിൽ പടർന്നിട്ട് അതിൽ നിന്നും ഭഗവാൻ നരസിംഹമൂർത്തി ഇങ്ങനെ വരുവാണ്. അതൊരു ഘോരമായ, അത് പ്രപഞ്ചം മൊത്തം വിറങ്ങലിക്കുന്ന ഒരു ശബ്ദമായിരുന്നു അത്. ആ ശബ്ദം അതിൽ അങ്ങനെ ഭഗവാൻ അവതരിച്ചു. ആ സമയത്ത് ഒരു സന്ധ്യ, അതായത് പകലുമല്ല രാത്രിയുമല്ല, ത്രിസന്ധ്യ സമയവും ഭഗവാൻ വന്ന് ഈ ഹിരണ്യകശിപുവിന് ഇങ്ങനെ തൻ്റെ ഒരു നമ്മുടെ ഈ പടിയില്ലേ, അതായത് വീടിനകത്തുമല്ല പുറത്തുമല്ലാത്ത പടി, നമ്മൾ ഉമ്രപ്പടി എന്ന് പറയും. വീട്ടിന് ഒരു വാസസ്ഥലത്തിരുന്ന് വധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഉമ്രപ്പടിയിൽ ത്രിസന്ധ്യ നേരത്ത് വീടിന് അകത്തുമല്ല പുറത്തും ഇല്ലാത്തൊരു ഭാഗമാണ് ഉമ്ര എന്ന് പറയുന്നത്. പടി ആ പടിയിൽ ഭഗവാന്റെ തുടയിൽ ഹിരണ്യകശിപുവിനെ കിടത്തിയിട്ട് നഖം കൊണ്ട് വയറ് കീറി കുടൽമാല പുറത്തെടുത്തു ഹിരണ്യകശിപുവിനെ വധിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അതായത് ഒരു മനുഷ്യനല്ല മൃഗമല്ല, രണ്ടും കെട്ടത്, രാത്രിയല്ല പകലുമല്ല, താഴെ ഭൂമിയിലുമല്ല ആകാശത്തുമല്ല, പിന്നെ ഒരു ഗ്രഹത്തിന് അകത്തുമല്ല പുറത്തുമല്ല, അങ്ങനെയുള്ളൊരു സ്ഥലമായിരുന്നു. അതായത് ഓരോരോ വരങ്ങൾ ബ്രഹ്മാവ് കൊടുക്കുമ്പോഴും ഭഗവാൻ അറിയാം അത് ഏത് രീതിയിൽ ചെയ്യണമെന്ന്. ആ രീതിയിലാണ് ഈ പറഞ്ഞ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വന്ന് നരസിംഹമൂർത്തിയായി വന്നു അസുരനെ നിഗ്രഹിച്ചു. അതിനുശേഷം നരസിംഹമൂർത്തിക്ക് ആ ഒരു ദേഷ്യം തീരുന്നില്ല, അങ്ങനെ നിൽക്കുവാണ് ദേഷ്യത്തിൽ. ദേവന്മാരൊക്കെ പല സ്തുതിഗീതങ്ങളൊക്കെ പാടിയിട്ടും ദേഷ്യം അടങ്ങുന്നില്ല. അവസാനം ബ്രഹ്മാവ് പ്രഹ്ലാദനെ തന്നെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയിട്ട് പ്രഹ്ലാദൻ അങ്ങ് ഭഗവാനെ സ്തുതിക്കുവാണ്. അത് കേട്ടപ്പം നരസിംഹമൂർത്തി ശാന്തനായി പ്രഹ്ലാദനെ തൻ്റെ മടിയിൽ പിടിച്ചിരുത്തുവാണ്. അപ്പോൾ മനസ്സിലാക്കൂ, ഒരു കൊച്ചു കുട്ടിയുടെ ഭക്തിയിൽ ഭഗവാൻ എത്രയധികം ദയാലുവായിത്തീരുന്നു. ആ കൊച്ചുകുട്ടിയെ ഓരോ പ്രാവശ്യം തൻ്റെ പിതാവ് നിഗ്രഹിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും ഭഗവാൻ അവരെ രക്ഷിക്കുകയാണ് ചെയ്തത്. അതായത് ഏതൊരു ശക്തിക്ക് പിന്നിൽ, ഏതൊരു ദുഷ്ടശക്തികൾക്ക് പിന്നിലും ആ ശക്തിയെ ഇല്ലാതാക്കാൻ ഭഗവാൻ പല രൂപത്തിൽ അവതരിച്ചു. ആ ദുഷ്ടശക്തിയെ നിഗ്രഹിക്കും. ഒരു മനുഷ്യരും കൂടുതൽ വേദനിപ്പിക്കാതെ എന്താണോ ഈ പ്രപഞ്ചത്തിന് ആധാരമായിട്ടുള്ളത് ആ ആധാരങ്ങളിൽ ഊന്നി, അതായത് അതിന് യാതൊരു വിധ മാറ്റങ്ങളും ഉണ്ടാക്കാതെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളും നടക്കണമോ ആ രീതിയിൽ നടത്തി പ്രപഞ്ചശക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുകയും അതിലുപരി മനുഷ്യൻ്റെ ദുർപ്രവൃത്തികളെ മാറ്റം വരുത്തുകയും നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുകയും കൂടിയാണ് ഭഗവാൻ അവിടെ ചെയ്യുന്നത്. അതായത് നല്ലതിന് മാത്രമേ ഭൂമിയിൽ സ്ഥാനമുള്ളൂ. ഭൂമിയിൽ മാത്രമല്ല, ഭഗവാന്റെ ഉള്ളിൽ പോലും അതിന് മാത്രമേ സ്ഥാനമുള്ളൂ എന്ന് പല അവതാരങ്ങളിലൂടെ നമുക്ക് ഭഗവാൻ കാണിച്ചു തരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം നരസിംഹ ജയന്തി ആയതിനാൽ ഒരു വാക്കെങ്കിലും ഭഗവാനെക്കുറിച്ച് പറഞ്ഞില്ല എങ്കിൽ നമ്മുടെ ഈ ജന്മമൊക്കെ വൃഥാവായി പോകത്തില്ലേ. അതുകൊണ്ട് എല്ലാവരും നരസിംഹമൂർത്തി ഒന്ന് ഇന്നത്തെ ദിവസം ഓർമ്മിക്കുന്നത് വളരെ നന്നായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ കഥ ഇവിടെ പറഞ്ഞത്. എല്ലാവർക്കും അറിയാവുന്ന കഥ തന്നെയാണ്, അതിൽ വേറെ മാറ്റമൊന്നുമില്ല. ആ ഒരു കഥേനെ വീണ്ടും ഒന്നുകൂടി വിശദീകരിച്ചു എന്നേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ. എല്ലാവരിലും ഭഗവാൻ കൃഷ്ണൻ്റെ ഭക്തി ഉണ്ടാവട്ടെ. സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കുക. സർവം കൃഷ്ണാർപ്പണമസ്തു.